മലനാട് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുമേഷ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള ശാന്തി നിലയത്തിലാണ്. ഭാരതത്തിൻ്റെ, പ്രധാനമായിട്ടും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിത്വത്തെ പരിചയപ്പെടാനാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം, കാരണം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ റേഡിയോ മാക്ഫാസ്റ്റിലായിരുന്ന കാലത്ത് അദ്ദേഹം അതിൻ്റെ ചെയർമാനായിരുന്നു. മറ്റാരുമല്ല, റവറൻ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. വരും. അപ്പോൾ പ്രേക്ഷകരെ, നമ്മൾ ഗ്രീൻ ഹൗസിലേക്കുള്ള യാത്രയിലായിരുന്നു. ശാന്തി നിലയത്തിൽ നിന്ന് കാവുംഭാഗത്തേക്കുള്ള യാത്രയുടെ ഇടയിൽ വാസ്തുവിദ്യയ്ക്ക് പേര് കേട്ട സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ഹാള്, അതിൻ്റെ ഒരു ശില്പിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി അതും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം. ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും കാണുകയാണ്. അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കറിയാവുന്ന ലോകം മുഴുവൻ തന്നെ ഏറ്റവും വലിയ ക്രൈസിസ് നമ്മുടെ എനർജിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സോളാർ എനർജി ഏറ്റവും വലിയ പ്ലാന്റ് കൊണ്ടുവരുന്നത് ഞാനാണ്. അത് കൊണ്ടുവരുന്നത് 2011. അന്നത് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിച്ചു, KSEBയും ചോദിച്ചു, നടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പുതിയ ഹൈഡ്രജൻ എനർജി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ നേരെ നോക്കുന്ന പറഞ്ഞാൽ വലിയ കോസ്റ്റ്ലിയാണ്. എല്ലാവരും ആദ്യം ചോദിക്കുന്നതാണല്ലോ വരുന്നത്. പക്ഷേ കറണ്ട് ഇല്ലാതായ സിറ്റുവേഷൻ ഓർത്ത് നോക്കി. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് ഈ ഹൈഡ്രജൻ, അതായത് വെള്ളത്തിനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റണമെങ്കിൽ വൈദ്യുതി വേണ്ടേ? വേണം. അതിനെന്ത് ചെയ്യും? അതാണ് നമ്മൾ പല രീതിയിൽ ഹൈഡ്രജൻ ഉണ്ടാക്കാം. എന്നാൽ നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ യുണീക്ക്നെസ്. അപ്പോൾ സോളാർ ഉപയോഗിക്കുന്നു, ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യും പകല്, രാത്രിയിൽ അത് യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. അതായത് ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഒന്നാമത് നമ്മളെ പീസ് പീപ്പിൾ പ്ലാനറ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു NGOയ്ക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ലക്ഷിക്കുന്നത്. ഇപ്പം ഇതിന് ഒരു മോഡൽ മാത്രമായതുകൊണ്ട് 100 വാട്ട്സ് ഫ്യൂവൽ സെല്ലാണ് ഇപ്പോൾ ഉള്ളത്. അതിനോട് ചേർന്നുള്ള ബൂസ്റ്റർ DC AC DC ആക്കണം. ഇവിടെ ആ ഇലക്ട്രോളൈസർ കഴിഞ്ഞിട്ട് ഫ്യൂവൽ സെല്ലിൻ്റെ വന്നത് ഇലക്ട്രിസിറ്റി വരും. ഇവിടെ മൊബൈൽ നമുക്ക് ചാർജ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട റവറൻ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിലച്ചൻ. You are watching India's first NGO television, Malanad TV India.